ഹരി ഓം. വിഷ്ണു സഹസ്രനാമ സ്തോത്രം, ശ്ലോകം 103. അണുർബൃഹത്കൃശസ്ഥൂലോ ഗുണഭൃത് നിർഗുണോ മഹാൻ അധൃത സ്വധൃത സ്വാസ്യ പ്രാഗ്വംശോ വംശവർധന. ഹരി ഓം. ഹരി ഓം. 835 നാമം അണുഹു. അത്യന്തം സൂക്ഷ്മമാണ് ആ പരമാത്മ ചൈതന്യം. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ടും അറിയാൻ സാധിക്കാത്തത്. എന്തെങ്കിലും ഒരു ഉപകരണത്തെ കൊണ്ടും അതിനെ അറിയാൻ സാധിക്കാത്തത്. മനസ്സ് പൂർണ്ണമായി അടങ്ങുമ്പോൾ അവിടെ പ്രകാശിക്കുന്ന ചൈതന്യമാണ് ഭഗവാൻ. അത്രയും സൂക്ഷ്മമാണ്. അതിനാൽ അണുഹു. 836 നാമം ബൃഹത്. നേരെ വിപരീതം പറയുകയാണ്. ഇതാണ് ഉപനിഷത്ത് വാക്യങ്ങൾ. അണോരണിയാൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയും മഹതോ മഹീയാൻ. അതുതന്നെയാണ് ഈ ബ്രഹ്മസ്വരൂപത്തിന്റെ ഒരു പ്രത്യേകതയും. ഭഗവാന്റെ ഒരു പേര് തന്നെ പറഞ്ഞു, അനിർദ്ദേശവപുഹു. ഭഗവാൻ എങ്ങനെയാണ്, ആ പരമാത്മ ചൈതന്യം എങ്ങനെയാണ് എന്ന് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധ്യമല്ല. അതാണ് ഇവിടെ നേരെ വിപരീതം പറയുന്നു, ബൃഹത്. കാരണം ഭഗവാൻ വിരാട് സ്വരൂപത്തിലായിരിക്കുമ്പോൾ, വിരാട് സ്വരൂപത്തിലിരിക്കുമ്പോൾ ഏറ്റവും ബൃഹത്തായിട്ടുള്ളത് ആ ഭഗവാനാണ്. എന്നാൽ അതും ഒരാൾക്ക് കാണാൻ സാധിക്കില്ല. കാരണം ഈ ഭൂമിയെ പോലെ ഭൂമിയിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഭൂമിയുടെ വലിപ്പത്തെക്കുറിച്ച് അറിയുകയില്ല. അതറിയണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഭൂമിയെ കടന്നു പോകണം. ബഹിരാകാശത്ത് പോകുമ്പോഴാണ് ഭൂമിയെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ലഭിക്കുകയുള്ളൂ. ഇതുപോലെ ആ മനസ്സിനപ്പുറത്തേക്ക് സഞ്ചരിക്കുമ്പോൾ മാത്രമേ ഭഗവാന്റെ ഈ ബൃഹത് രൂപത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ബൃഹത് സ്വരൂപനായിട്ടുള്ളവൻ എന്ന നാമം. 837 നാമം കൃശഃ. കൃശം എന്നാൽ ഏറ്റവും മെലിഞ്ഞിരിക്കുന്നത്. അസൂക്ഷ്മം എന്നതിന് മറ്റൊരു രീതിയിൽ പറയുന്നു കൃശഃ. നേരെ വിപരീതം 838 നാമം സ്ഥൂലഃ. നേരത്തെ വിരാട് സ്വരൂപം പറഞ്ഞതുപോലെ ഏറ്റവും തടിച്ച ശരീരമുള്ളത് എന്നർത്ഥത്തിൽ സ്ഥൂലഃ. 839 നാമം ഗുണഭൃത്. സൃഷ്ടികാലത്തിൽ രജോ ഗുണത്തിലും, സ്തുതികാലത്തിൽ സത്വഗുണത്തിലും, സംഹാരകാലത്തിൽ തമോ ഗുണത്തിലും അധിഷ്ഠാനം ചെയ്യുന്നതിനാൽ ആ 3 ഗുണങ്ങളെയും ഭരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഗുണഭൃത്. എന്നാൽ ആ പരമാത്മ സ്വരൂപം നിർഗുണനാണ്. അതാണ് 840 നാമത്തിൽ പറയുന്നത് നിർഗുണഃ. വാസ്തവത്തിൽ ഒരു ഗുണവുമായി സംബന്ധമില്ലാത്തതാണ്. കേവലം സ്വരൂപനാണ് എന്ന അർത്ഥത്തിൽ നിർഗുണഃ. 841 നാമം മഹാൻ. നിത്യശുദ്ധനും സർവ്വതിലും ഗമിക്കാൻ, സർവവ്യാപിയായിട്ട് ഗമിക്കാൻ സാധിക്കുന്നതിനാലും ഇങ്ങനെ എല്ലാം കൊണ്ടും മഹത്തായതിനാൽ ഭഗവാൻ മഹാൻ. 842 നാമം അധൃതഃ. ആരാലും ധരിക്കപ്പെടാത്തവൻ. ഭൂമിയെ ധരിക്കുന്ന ആദിശേഷനെയും ധരിക്കുന്നത് ഭഗവാനാണ്. എന്നാൽ ഭഗവാനെ ആരും ധരിക്കുന്നില്ല എന്ന അർത്ഥത്തിൽ അധൃതഃ. 843 നാമം സ്വധൃതഃ. ഭഗവാനെ ആരും ധരിക്കുന്നില്ല, അല്ലെ? എങ്കിൽ ഭഗവാൻ എങ്ങനെയാണ് ഇവിടെ നിലനിൽക്കുന്നത്? അതാണ് താൻ തന്നെ ധരിക്കുന്നു. അതാണ് സ്വധൃതഃ. താൻ തന്നെയാണ് തന്നെ ധരിക്കുന്നത് എന്നതിനാൽ സ്വധൃതഃ. 844 നാമം സ്വാസ്യഃ. ആസ്യം എന്നാൽ മുഖം. സുആസ്യം നല്ല മുഖം, ശോഭനമായ മുഖകാന്തി, താമരപ്പൂവിന്റെ ഉള്ളുപോലെ ഭംഗിയുള്ള മുഖത്തോടു കൂടിയവൻ എന്നർത്ഥത്തിൽ സ്വാസ്യഃ. 845 നാമം പ്രാഗ്വംശഃ. വംശം എന്നാൽ കുലം. ഒരു കുലമുണ്ടായി വരുന്നതിന് മുമ്പ് ഉണ്ടായവൻ. ഈ പ്രപഞ്ചം എന്നത് ആ പരമാത്മാവിന്റെ വംശമാണ്, തറവാടാണ്. അപ്പോൾ നമ്മളിവിടെ കാണപ്പെടുന്ന തറവാടുകളൊക്കെ ഉണ്ടാകുന്നതിന് എത്രയോ മുമ്പ് തന്നെ, എല്ലാ വംശങ്ങളും ഉണ്ടാകുന്നതിന് മുൻപേ ആ ഭഗവാന്റെ പ്രപഞ്ചം എന്ന വംശം പ്രതിഷ്ഠിതമായി എന്നതിനാൽ പ്രാഗ്വംശഃ. 846 നാമം വംശവർധനഃ. തൻ്റെ വംശം തന്നെയായ ഈ പ്രപഞ്ചത്തെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ വംശവർധനഃ. ഹരി ഓം.